റേഷൻ കാർഡ് വിഹിതം ഓണം സംബന്ധിച്ച് നമ്മുടെ റേഷൻ കടകളിലൂടെ നാളെ മുതൽ വിതരണം ചെയ്യും എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണാനിടയായി. അപ്പോൾ നാളെ മുതൽ എല്ലാ റേഷൻ കടകളിലും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമായി തുടങ്ങും. അപ്പോൾ റേഷൻ കാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ കാർഡുകളെല്ലാം BPL കാർഡുകളിലേക്ക് മാറ്റുവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നിരവധി ആളുകൾ നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ കിടങ്ങന്നൂരിലെത്തി അതിന് അപേക്ഷകൾ കൊടുക്കുകയും മറ്റും ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ കിടങ്ങന്നൂർ ചെയ്ത അപേക്ഷകളെല്ലാം ഒട്ടുമിക്കവാറും സക്സസ് ആയി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളും ഈ കോമൺ സർവീസ് സെൻറ്ററുമായിട്ടുള്ള ഒരു മെയിൻ വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസുകൾ ഈ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ കൂടുതൽ അങ്ങനെ ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അപേക്ഷ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ആളുകൾ എലിജിബിൾ ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ പേയ്മെൻറ്റ് വാങ്ങിച്ചതിന് ശേഷം ഇതുപോലൊരു അപേക്ഷ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്പറുമായിട്ട് നമ്മളങ്ങ് പോകും, ഇത് അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ സെയിം ആൾ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ അപേക്ഷ റിജക്റ്റ് ചെയ്തതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ എലിജിബിൾ അല്ല എന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അപേക്ഷ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിൽ കൃത്യമായിട്ടൊരു വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം ഇവരോട് പറയും. അതായത് അവരുടെ ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിൽ നിന്നും അവരുടെ BPL സാക്ഷ്യപത്രം ഇവർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മെമ്പറുടെ ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മെമ്പറുടെ ലിസ്റ്റിൽ നിന്ന് വന്ന ആളുകൾ ഈ പറഞ്ഞതുപോലെ പണ്ട് കൊടുത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും, അവർക്ക് ഇപ്പോഴത്തെ സ്ഥിതി അറിയാതെയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷനിൽ വന്നു, അവർ വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ശേഷം വെരിഫിക്കേഷനിൽ റിജക്റ്റ് ആവുന്നു. ഇതാണ് സംഭവിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള BPL സാക്ഷ്യപത്രം വെച്ച് നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൽ നിരവധി അപേക്ഷകൾ കൊടുത്തു. ആ അപേക്ഷകളെല്ലാം സക്സസ് ആയി അവർക്കെല്ലാം BPL റേഷൻ കാർഡിലേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല ആപ്ലിക്കേഷനുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മൾ ആദ്യമേ ചാടി കയറി അതിനകത്ത് അപേക്ഷ ചെയ്യാതെ കണ്ട് അത് കുറച്ച് ദിവസം കുറച്ച് ആളുകൾ ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്താണ് മാറ്റങ്ങൾ വരുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അപേക്ഷ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ ഒരിക്കലും റിജക്റ്റ് ആകുകയില്ല, നമ്മുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുകയില്ല. ഇപ്പോൾ നാളെ മുതൽ നമ്മുടെ റേഷൻ കടകളിൽ വിവിധ തരം കിറ്റുകളുണ്ട്. അതുപോലെ തന്നെ റേഷൻ കടകളിലൂടെ ഈ പറഞ്ഞ AYI കാർഡുകൾക്ക് ഈ നമ്മുടെ അരി, അതുപോലെ തന്നെ ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റേഷൻ കടകളിൽ നിന്നും നമുക്ക് ഇത് കിട്ടുവാൻ വേണ്ടി നമ്മുടെ റേഷൻ കാർഡ് എല്ലാം കൃത്യമാക്കി വെക്കണം. കാരണം വെച്ചാൽ ഈ റേഷൻ കാർഡിൽ ബയോമെട്രിക് വിവരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം. കാര്യം വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ എപ്പോഴും കറക്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഈ ആധാറിൽ ഈ പറഞ്ഞതുപോലെ ബയോമെട്രിക് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനിയും വരുന്ന കാലങ്ങളിൽ തന്നെ നമുക്കറിയാം, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഛത്തീസ്ഗഡ് പോലുള്ള സ്റ്റേറ്റിൽ ഓൾറെഡി ATM ടൈപ്പിലാണ് റേഷൻ വിഹിതങ്ങൾ വിതരണം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ ആധാർ എപ്പോഴും അപ്ഡേറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സപ്ലൈകോ വഴി വിവിധ തരം കിറ്റുകൾ നാളെ മുതൽ കൊടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, റേഷൻ കടകളിൽ നിന്ന് 860 രൂപയ്ക്ക് മുകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 16 ഇനം വരുന്ന കിറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 20 ഇനം അടങ്ങിയ കിറ്റുകളുണ്ട്. അതുപോലെ തന്നെ അതിന് അത്തം കിറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്രാടം കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതിൽ 1500 രൂപയാണ് നമ്മൾ മുടക്കേണ്ടത്. അപ്പോൾ 1800 രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ അതിൽ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കിറ്റ് എന്ന് പറയുന്നത് 30 ഇനങ്ങൾ അടങ്ങിയ തിരുവോണം കിറ്റാണ്. അപ്പോൾ ഈ തിരുവോണം കിറ്റിൽ ഈ പറഞ്ഞതുപോലെ 2500 രൂപയ്ക്ക് മുകളിൽ അതിൻ്റെ വില മതിക്കുമ്പോൾ നമ്മൾ 2000 രൂപ മാത്രം കൊടുത്ത സപ്ലൈകോയിൽ വഴി നമുക്കത് വാങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചത് ഈ ഓഗസ്റ്റ് 13 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അത് ഒട്ടുമിക്കവാറും ആളുകൾക്ക് അറിയുകയില്ല. അവരിപ്പോഴും
കൂടുതൽ പൈസ കൊടുത്ത് മറ്റുള്ള സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു. ഈ ആനുകൂല്യങ്ങളുടെ വിവരങ്ങൾ ഒരുപാട് ആളുകൾക്ക് സഹായം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളിലും വളരെ അടുത്തുള്ള ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടൻ്റായിട്ട് എടുത്ത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് തന്നെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് രാവിലെ ഞായറാഴ്ച ആയാലും നമ്മളെ മെസ്സേജ് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൂടുതലും വീഡിയോ ഇട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ.